MK രാമദാസ് 2023 ദേശീയ ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറിയുടെ പ്രത്യേക അവാർഡ് നേടിയ ഡോക്യുമെൻ്ററി നെഗലിൻ്റെ സംവിധായകൻ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലമായി വയനാട്ടിൽ മാധ്യമപ്രവർത്തകനായും എഴുത്തുകാരനായും പരിസ്ഥിതി പ്രവർത്തകനായും നിറഞ്ഞു നിൽക്കുന്ന MK രാമദാസിൻ്റെ ആദ്യ ഡോക്യുമെൻ്ററിയാണ് നെഗൽ. രാമദാസ് ചെയ്ത ആദ്യത്തെ ഡോക്യുമെൻ്ററിയാണ് നെഗൽ. ചെറുവയൽ രാമൻ എന്ന് പറയുന്ന നെൽവിത്തിൻ്റെ സംരക്ഷകനായ അദ്ദേഹത്തിൻ്റെ കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്യാൻ കാരണം, അദ്ദേഹം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. വയനാടൻ കുറിച്യർ എന്ന് പറയുന്ന ഒരു ട്രഡീഷണലായിട്ടുള്ളൊരു ഗോത്ര സമൂഹമുണ്ട്, അതിലൊരു പ്രതിനിധിയാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയാണ്. അവർ കൃഷി എന്ന് പറയുമ്പോൾ ലാൻഡ് ഓണേഴ്സായിരുന്നു. ഈ പറയുന്ന വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളിൽ 2 എണ്ണത്തിനാണ് ഭൂമി ഉടമസ്ഥരായിട്ടുണ്ടായിരുന്നത്. അതിലൊന്ന് ഈ പറയുന്ന കുറിച്യരായിരുന്നു. അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ട് വയനാടിൻ്റെ പ്രാധാന്യം രൂപപ്പെട്ട് വരുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കുറിച്യരുടെ ഇതിലുള്ള ഈ കൃഷിയിലുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗം കൂടിയായിട്ടാണ്. അതുപോലെ തന്നെയാണ് കുർമർ എന്ന് പറയുന്ന ആളുകളും. അപ്പോൾ ഈ ചെറുവയൽ രാമേട്ടനെ ഞാൻ പരിചയപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ വയനാട്ടിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ മലബാറിൻ്റെ ഈ പറയുന്ന കോഴിക്കോടിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കുടിയേറ്റപ്പെടുകയാണ്. 1945 ശേഷമുള്ളൊരു കാലത്താണ് ഞാൻ ഒക്കെ അവിടെ എത്തുന്നത്. ഞാൻ അവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ്. അക്കാലത്ത് ഈ ഗ്രോമോർ ഫുഡ് പദ്ധതി പ്രകാരം പദ്ധതി എന്ന പേരിൽ ഗവൺമെൻറ് അന്ന് കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അതിന് ചരിത്രപരമായിട്ടുള്ള ചില കാരണങ്ങളും കൂടിയിട്ട്. ആ കാരണങ്ങൾ എന്ന് പറയുന്നത് ലോക ഭക്ഷ്യക്ഷാമമാണ്. ആ ക്ഷാമത്തിൻ്റെ ഒരു തുടർച്ച ഇന്ത്യയിലും ഉണ്ടായിരുന്നു, കേരളത്തിലും ഉണ്ടായിരുന്നു. കടുത്ത ക്ഷാമം നേരിട്ടിരുന്നു. അപ്പോൾ ഭക്ഷ്യോൽപാദനം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള പ്രോത്സാഹന പരിപാടികളുണ്ടായിരുന്നു. നിങ്ങളോട് കർഷകരോട് തെക്കൻ തിരുവിതാംകൂറിലെ കർഷകരോട് അല്ലെങ്കിൽ മലബാറിലെ മറ്റ് ഈ സമതലങ്ങളിലെ കർഷകരോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ പോയി ഇതാ ഇഷ്ടംപോലെ നല്ല ഭൂമി, നല്ല ഫെർട്ടൈലായിട്ടുള്ള ഭൂമി ഇതാ, അപ്പോൾ അവിടെ പോയി കൃഷി ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഇവരങ്ങോട്ട്. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ ഭാഗമായി വരുന്നു. എൻ്റെ അച്ഛനൊന്നും അങ്ങനെയല്ല വരുന്നത്, പക്ഷേ ഈ പറയുന്ന ഇവിടെ ഉണ്ടായിട്ടുള്ളൊരു ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ ജനിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഈ കൃഷിയുടെ അപ്പോൾ എനിക്കൊരു ഏതാണ്ട് എൻ്റെ ഒരു ബോധം കുറയ്ക്കുന്ന കാലം തന്നെ നമ്മളൊക്കെ അന്ന് കൃഷിയിൽ അച്ഛനെയൊക്കെ സഹായിക്കുന്നുണ്ട്. അക്കാലത്ത് അങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ പോലെയല്ല. തീർച്ചയായിട്ടും. കാരണം കുട്ടികളൊക്കെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. അതായത് കുടുംബം അല്ലെങ്കിൽ ആ വീട്ടിലെ അച്ഛൻ, അമ്മ, മക്കൾ എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഒന്നിച്ചാണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു റോൾ ഉണ്ടായിരുന്നു. അപ്പം വേറൊരു കാര്യം, ഇപ്പം പിന്നെ പ്രായമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന ജോലികളുണ്ട്, അതായത് ചെയ്യും. കുട്ടികളാണെങ്കിൽ ഒരു 6 വയസ്സ് മുതലൊക്കെ കൃത്യമായിട്ട് ഇത്തരം ജോലികളിലൊക്കെ ഇടപെടുകയും. അപ്പോൾ ആ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കാപ്പി പറിക്കാൻ പോകും. കാപ്പി പറിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കും. മുളക് പറിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഉണ്ടാവും. നെല്ലിൻ്റെ പണി ഉണ്ടാവും, അപ്പോൾ നെല്ലിൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ എനിക്കതിന് ഓർമ്മ എന്താണെങ്കിൽ വിത്ത് വാങ്ങാൻ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പോകുന്നുണ്ട്. അച്ഛൻ്റെ കൂടെ പോയിട്ട് അപ്പോൾ അന്ന് വിത്ത് അവിടുത്തെ പരമ്പരാഗതമായ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളുകളുണ്ടായിരുന്നു, കുറുമ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീടുകളിൽ നിന്നാണ് ചിലപ്പോഴൊക്കെ നമ്മൾ വിത്ത് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാൻ പോകുന്നുണ്ട്. അതല്ല, അത് ഞാൻ താമസിച്ച മറ്റൊരിടത്താണ്. അപ്പം അവിടെ ഈ വിത്ത് വാങ്ങിക്കുന്നു, ഞാൻ വാങ്ങിക്കാൻ പോകുമ്പോൾ അപ്പോൾ അവർ വിലയ്ക്കല്ല ഇത് തരുന്നത്. അത് നമുക്ക് പിന്നെ ഇങ്ങോട്ട് അളന്നു തരികയാണ് വിത്തിന് വേണ്ടിയിട്ടുള്ളത്. ഒരിക്കലും വില വാങ്ങിയിട്ട് എൻ്റെ ഒരു ചെറുപ്പകാലത്ത് അത് അനുഭവമില്ല. പിന്നീട് ഞാനിങ്ങനെ ഞാൻ വളർന്നു വരുന്നതിന് എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്നുണ്ടെങ്കിൽ പിന്നീട് കൃഷിഭവനിൽ നിന്ന് വരുന്നു. കൃഷിഭവൻ അപ്പം നമ്മളെ ഹരിത വിപ്ലവത്തിൻ്റെ അലയൊലികൾ നമ്മുടെ ഇവിടെ കേരളത്തിലേക്ക് വരുന്നു, നമ്മളെ കൃഷിയിടങ്ങളിലേക്കൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും വിളവ് കുറവാണ്, കൂടുതൽ വിളവുള്ള പുതിയ വിത്തിനങ്ങൾ. അങ്ങനെയാണ് ഈ ഭാരതി, IR8 എന്നൊക്കെ പറയുന്ന പോലെയുള്ള കുറേ വിളകൾ. ഇതൊക്കെ കൃഷിഭവനിൽ നിന്നാണ് ഈ വിത്തുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതും കഴിഞ്ഞ് അപ്പോൾ അത് ഭയങ്കര രസമാണ്. കാരണം ഒരു കൾച്ചർ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിസരം തന്നെ ഇല്ലാതായി പോകുന്ന പിന്നീട് കാണുന്നത്. അപ്പോൾ നല്ല ജീവനുള്ള പശുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ വയനാടൻ ബ്രീഡ് പശുക്കളുണ്ടായിരുന്നു. വയനാടൻ പശു എന്ന് പറയുന്ന ഒരു ബ്രീഡ് ഉണ്ടായിരുന്നു, വയനാടൻ പശുക്കൾ. പക്ഷേ ഇപ്പോൾ അതില്ല, അത് മുഴുവനും നശിച്ചുപോയി. കാരണം അതിൻ്റെ നമ്മളെ ശാസ്ത്ര പുരോഗതി എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവായിട്ടാണ് ചില ഇടങ്ങളിൽ സംഭവിച്ചത്. പാല് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ ഈ മറ്റു വിദേശങ്ങളിൽ നിന്നുള്ള ജേഴ്സി പശുക്കൾ, സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള സ്വിസ് പോലെയുള്ള ഇനങ്ങൾ കൊണ്ടുവരുന്നു. ഇതൊക്കെ നമുക്കറിയാം, നമ്മൾക്കറിയാം. അപ്പോൾ നമ്മളുടെ നാടൻ ഇനങ്ങൾ മുഴുവൻ ഇല്ലാതാവുന്നുണ്ട്. അടുത്ത ഘട്ടം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുതിർന്നു വരുമ്പോഴേക്ക് കാണുന്നത് ഈ കൃഷിഭവനും ഉപേക്ഷിക്കപ്പെടുകയും പിന്നീട് അത് ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനികളുടെ
അല്ലെങ്കിൽ പിന്നെ വിത്തുകൾ നമുക്ക് വരുന്നതാണ്. അതിൻ്റെ തുടർച്ച നമുക്കറിയാം. BT ആയിട്ടുള്ള ശാസ്ത്ര സാങ്കേതികതയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഈ സാധനങ്ങൾ മുഴുവൻ വരുന്നു. നമ്മളെ പരമ്പരാഗത വിത്തുകൾ മുഴുവൻ ഇല്ലാതായി പോകുന്നുണ്ട്. ഉൽപ്പാദനം മാത്രമായിരുന്നു നമ്മളുടെ ഒരു പരിഗണന. അപ്പം ഞാൻ ഈ ജേർണലിസത്തിലേക്കൊക്കെ വരുന്നു, പഠനമൊക്കെ കഴിഞ്ഞിട്ട് ജേർണലിസത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഈ സിനിമയിൽ തന്നെ ചെറുവേൽ രാമേട്ടൻ പറയുന്ന ഒരു കഥയുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു 1980 കുറച്ച് ആളുകൾ വരികയാണ്. ആളുകൾ വന്നിട്ട് ചോദിക്കുന്നത്, അതായത് ഗവേഷകരായിട്ടുള്ള ആളുകളാണ്. അതായത് ഈ പറയുന്ന കൃഷി ആയുധങ്ങൾ ഒരു എക്സിബിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് സംരക്ഷിക്കണം എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് പഠിച്ച ആളുകളാണ് വരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കുന്നത് അതിപ്പോൾ എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് രാമേട്ടൻ. അപ്പോൾ അവരുടെ കലപ്പ അതേപോലുള്ള സംവിധാനങ്ങളൊക്കെ പഴയ ഉപകരണങ്ങൾ. അപ്പോൾ അവർ പറയുന്നത് ഇത് നശിച്ചു പോകും, അപ്പോൾ നമുക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇത് നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഇതിലുണ്ടായ ആ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ രാമേട്ടനെ അങ്ങനെയാണെങ്കിൽ വിത്തും സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ, അത് നശിച്ചു പോകില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഇതിൽ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു വിവരങ്ങൾ അറിയുകയും ഇതിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നതൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഞാൻ അവിടെ എത്തിപ്പെടുന്നത്. അങ്ങനെയാണ്. ഈ നെഗൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നഗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കുറിച്യ ഭാഷയിലുള്ള അവരുടെ ഒരു പ്രയോഗമാണ്. അതായത് വേണമെങ്കിൽ നമുക്കൊരു സാമാന്യമായ രൂപത്തിൽ നിഴൽ എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. സാമാന്യ അർത്ഥത്തിൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. നിഴൽ എന്ന് പറഞ്ഞെങ്കിൽ തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ ഒരു ശക്തി ഉണ്ടെന്ന് മനുഷ്യർ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഗോത്ര ജീവിത പരിസരങ്ങളിൽ അത്തരം ചില ചിന്തകളുണ്ട്. അതായത് പലപ്പോഴും പല രീതിയിൽ ആളുകൾ ഇതിനെക്കുറിച്ച് പറയും. നമ്മളെ പൂർവികർ നിരന്തരമായി നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പിന്നാലെയുണ്ട്, നമ്മളെ എപ്പോഴും നമ്മളെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുണ്ടെന്ന് കരുതുന്നൊരു വിശ്വാസം നമ്മളുടെ ഇടയിലുണ്ട്. അതിൻ്റെ ഒരു രൂപമാണ് യഥാർത്ഥത്തിൽ നെഗലെന്ന്. അപ്പം ഇതിൽ തന്നെ അറിയാം, വിത്തുകൾ എന്ന് പറയുന്നത് വിത്ത് മുളപ്പിക്കാറായി അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന നെഗലുകൾ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. നെഗലെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ തന്നെ പറയാം, അതായത് പൂർവികരുടെ ഒരു സാന്നിധ്യമാണ്. അത് അത്തരം ചില അറിവുകൾ, ട്രഡീഷണൽ ആയിട്ടുള്ള അറിവുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഉള്ളിലേക്ക് എത്തുകയും അവരത് ആ സമൂഹത്തിന് വേണ്ടി പറയുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ മുന്നിലേക്ക് വെക്കുന്നു എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ തറവാട്ടിൽ ഈ പറയുന്ന ചെറുവേൽ രാമേട്ടൻ്റെ തറവാട്ടിൽ ഈ പറയുന്ന നെഗലിൻ്റെ ഈ പറയുന്ന അരുളപ്പാടുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങളൊക്കെ ഈ രാമേട്ടനിലൂടെയാണ് വരുന്നത്. അപ്പോൾ അവരിപ്പോൾ പറയുന്നുണ്ട്, അതിൽ തന്നെ നമ്മളുടെ ഡോക്യുമെൻ്ററിയിൽ തന്നെ പറയുന്നുണ്ട്, ഇത് ഒരു വീട് വെക്കുകയാണെങ്കിൽ, വിവാഹം നടത്തുകയാണെങ്കിൽ, മരണാനന്തര ചടങ്ങുകളിലൊക്കെ ഇവരുടെ വാക്കുകളാണ് ഏറ്റവും അന്തിമമായിട്ട്. അതെ. അപ്പം അതിൽ പറയുന്നത് ഏറ്റവും നമുക്കറിയാം ജീവനുണ്ട് എന്നാണ് നമ്മളൊരു ഈ പറയുന്ന വിത്തുകൾക്ക് അല്ലെങ്കിൽ ചെടികൾക്കൊക്കെ ജീവനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ എന്നുണ്ടെങ്കിൽ വിത്തിന് ജീവനുണ്ട്. ആ ജീവനാണ് മുളയ്ക്കുന്നത്. ആ ജീവനാണ് പ്രകൃതിയുടെ തുടർച്ച. പ്രകൃതി എന്ന് പറയുന്ന സാധനം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തുടർച്ചയാണ്. നമ്മൾ ഒരു ചെറിയ കാലത്ത് നമ്മളിവിടെ ജീവിക്കുകയും അവിടെ നിൽക്കുകയും അത് നമുക്ക് വേണ്ടത് എടുക്കുകയും ചെയ്യുന്നതാണ്. അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് കൊണ്ടുപോകും. തീർച്ചയായിട്ടും. നമ്മൾ പറയുന്ന പോലെ നമ്മളുടെ ഈ പറഞ്ഞ കേവലമായ നമ്മളുടെ ആഗ്രഹങ്ങൾ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ അതിലിട്ടോ വേലിയിട്ടോ ഒന്നും തിരിക്കാവുന്നതല്ലെന്നും വിത്തിന് ഈ പറയുന്ന സമൂഹം മുഴുവനുമാണ് ഇതിൻ്റെ ഉത്തരവാദി അല്ലെങ്കിൽ അവകാശികൾ എന്നാണ് പറയുന്നത്. വിത്തിൻ്റെ ജീവനാണ്. ഈ ജീവനുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കും ജീവനുണ്ടാകും, അത് കഴിക്കുന്നവർക്കും ജീവനുണ്ടാകുന്നു എന്നുള്ള വിശാലമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ രാമേട്ടൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ശാസ്ത്രീയമായ ഇത് എന്തൊക്കെയാണെങ്കിൽ പോലും അത് പ്രസരിപ്പിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്, ഒരു എന്താ പറയുക കണ്ടിന്യൂറ്റിയുടെ ഒരു എന്താണ് തുടർച്ചയുടെ പ്രകൃതിയുടെ പ്രകൃതിയുടെ യാഥാർത്ഥ്യം വസ്തുത ഉണ്ട് അതിൽ. അതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അങ്ങനെ തന്നെയാണ് ഇപ്പം നമുക്കറിയാം, ഇപ്പം വിത്ത് അവർ ഈ കൊമ്മ എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് വിത്ത് സൂക്ഷിക്കുന്നത്. ട്രഡീഷണലായിട്ട് മുള കൊണ്ടുണ്ടാക്കുന്നത് അവർ തന്നെ ഉണ്ടാക്കുന്ന. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിത്ത് സംസാരിക്കുമെന്നാണ് പറയുന്നത്, രാമേട്ടൻ പറയുന്നത്. അതായത് ആ സിനിമയിൽ പറയുന്നത് എനിക്ക് അത്ഭുതപ്പെട്ടു. രാമേട്ടൻ്റെ അടുത്ത് ഞാൻ ഈ സിനിമ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ രാമേട്ടൻ പറയുന്ന പലതും നമുക്ക് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ജീവനുള്ള വിത്ത് അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ ഇങ്ങനെ ഇരുന്ന് കറങ്ങുന്നതാണ് പറയുന്നത്, ജീവനുള്ള. ഇപ്പോൾ ഒരു വിത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു 5-6 മാസം പ്രായമുള്ള ഒരു വിത്തിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ പരമാവധി 2 മാസം കൂടിയാണ് കിട്ടുക. ഈ 8 മാസത്തിനുള്ളിൽ ഈ വിത്ത് വീണ്ടും നമ്മൾ മുളപ്പിക്കണം, എങ്കിൽ മാത്രമേ ജീവൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിനൊക്കെ ഈ നെഗലിൻ്റെ ഒരു എന്താ പറയുക
ഒരു പിന്തുടരലുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നഗൽ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററിക്ക് കൃത്യമായൊരു രാഷ്ട്രീയമില്ലേ? നിലനിൽപ്പിൻ്റെ ഒരു രാഷ്ട്രീയം ഇതിലുണ്ട്. അത് ഒന്നാണ്. ഒന്ന് നമുക്കറിയാം. ഇപ്പം പിന്നെ ഒരു പ്രകൃതിയിൽ ഇപ്പം ജീവിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാനുള്ളൊരു, നിങ്ങളുടെ ഒരു ജീവിതകാലത്ത് നിങ്ങൾക്കത് ഉപയോഗിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അതിനപ്പുറത്തേക്കുള്ള അസംബന്ധമാണെന്നാണ് അത് നമ്മൾ മനസ്സിലാവേണ്ടത്. കാരണം ഇപ്പോൾ വിത്ത് എന്ന് പറയുന്നത് വിൽക്കാനുള്ളതല്ല, അത് കൈമാറാനുള്ളതാണ്. കൈമാറൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല, കിളികൾ ചെയ്യുന്നുണ്ട്, പുഴ ചെയ്യുന്നുണ്ട്, മഴ ചെയ്യുന്നുണ്ട്, കാറ്റ് ചെയ്യുന്നുണ്ട്, വിത്ത് വിതച്ചുകൊണ്ടിരുന്നത് അതൊക്കെയാണ്. മനുഷ്യൻ അതിലൊരു ഒരു 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 ചെറിയ പാർട്ട് മാത്രമാണ്. പക്ഷെ നമ്മളെ കയ്യിലത് വന്നപ്പോൾ നമ്മളത് നമ്മളുടേത് മാത്രമാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലോചിച്ച് നോക്കൂ, നമ്മളുടെ വിത്തിൻ്റെ നിയന്ത്രണം മുഴുവനും ഇപ്പോൾ നമുക്കല്ല. ഇപ്പോൾ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ കൈവശത്തിലാണ് വിത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ അത് മുന്നോട്ട് വെക്കുന്നത്. അത് പ്രകൃതിയുടെ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ്. കുടിയേറ്റക്കാർ വയനാടിൻ്റെ കാടുകളെ നശിപ്പിച്ചു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ആധുനിക വയനാടിനെ സൃഷ്ടിച്ചതിൽ കുടിയേറ്റക്കാർക്ക് വലിയൊരു പങ്കില്ല. അവരെ അവഗണിക്കാൻ പറ്റുമോ? അല്ല, അത് പിന്നെ ആ നിരീക്ഷണം ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പിന്നെ സ്വാഭാവികമായിട്ടും കുടിയേറ്റക്കാർ അങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു ചരിത്രം നമ്മൾ ആദ്യം പറഞ്ഞു. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യവും പട്ടിണിയുമായിട്ടാണ് അവർ വരുന്നത്. വയനാട് രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവർ വന്നത്. അവരുണ്ടായിരുന്നൊരു സ്ഥലത്തേക്ക് 1930 ഒരു ജനസംഖ്യാ അനുപാതം എടുത്ത് നോക്കിയാൽ നമുക്കതറിയാം. 30% അനാദിവാസികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി 70% ആദിവാസികൾ. കറക്റ്റ് 70 വർഷം കഴിഞ്ഞപ്പം അതിൻ്റെ പ്രൊപ്പോർഷൻ നേരെ ഓപ്പോസിറ്റ് ആവുക ചെയ്യുന്നത്. ഈ നല്ല വനസ്ഥലികളായിരുന്നു വയനാട് മുഴുവനും. ഏതാണ്ട് 90% വനം. ഈ വനം മുഴുവനും കയ്യേറി അതിൻ്റെ മുച്ചൂട് നശിപ്പിച്ച് കളഞ്ഞതും യഥാർത്ഥത്തിൽ കുടിയേറ്റത്തിൻ്റെ ഒരു ഫലമാണ്. അത് ആസൂത്രിതമായി ചെയ്ത കുടിയേറ്റമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അങ്ങനെയാണ് സംഭവിച്ചത്. നമ്മളുടെ മുഴുവൻ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ പുതിയ ആധുനിക സംവിധാനം പുതിയ കാലത്തിൻ്റെ ഗവൺമെൻറ്റുകൾ വന്നപ്പം ചെയ്തത് വയനാടൻ കാടുകളിലെ മുളകൾ മുഴുവനും മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു വ്യവസായ പദ്ധതിക്ക് വേണ്ടിയിട്ട് മാവൂർ ഗോളിയറയൻസിന് വേണ്ടി മുള കൊടുക്കുന്നത് വയനാട്ടിനാണ്. അങ്ങനെ അതിനുവേണ്ടി മാത്രമാണ് 1 രൂപയ്ക്കാണ് 1 ടൺ മുള കൊടുത്തത്. കേരളത്തിൻ്റെ വ്യവസായ വികസനത്തിന് കടിക്കല്ലിടുകയാണെന്നായിരുന്നു അതിന് അവകാശപ്പെട്ടത്. അതിൻ്റെ വില എന്താണ്? വയനാട് ഇപ്പം ശരിക്കും അതായത് തരിശായി പോയില്ലേ. കാട് മുഴുവനും തരിശാണ്, വെള്ളമില്ല, മരങ്ങളില്ല. വലിയ പ്രശ്നമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ പറയുന്ന അനിമൽ കോൺഫ്ലിക്റ്റ്, മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ ഒരു യഥാർത്ഥ കാരണങ്ങളിൽ ഒന്ന് ഇതും കൂടിയാണ്. ഈ ഡോക്യുമെൻ്ററിയിൽ അത് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താണ്, അവിടെ നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഇത് പരസ്പരം ഈ പറയുന്ന മനുഷ്യർ അതായത് ആദിവാസികൾ ഇവരുടെ ശത്രുക്കളായി മാറുന്നൊക്കെ ചരിത്രം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഒറ്റ വാക്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് അവരാണ് ആധുനിക വയനാടിൻ്റെ സൃഷ്ടിക്ക് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവാം. അല്ല, പ്രത്യേകിച്ച് നമ്മുടെ പഴയകാലത്ത് ഈ ഡോക്യുമെൻ്ററിയിൽ തന്നെ പറയുന്നുണ്ട്, ഈ കരഭൂമി എന്ന് പറയുന്ന സംഭവം കൃഷിക്ക് തീരെ ഉപയോഗിച്ചിരുന്നേ ഇല്ല വയനാട്ടിൽ നിന്ന്. ആദിവാസികളുടെ കാലത്ത് വയലിൽ നെൽവ കൃഷി മാത്രമായിരുന്നു. പക്ഷേ ഈ കുടിയേറ്റ കർഷകരുടെ കൂടെയാണ് തേയില, കാപ്പി തുടങ്ങിയ സാധനങ്ങളൊക്കെ വരികയും ആ വയനാടിൻ്റെ മുഖം തന്നെ മാറുന്നത്. പക്ഷേ അത് ഭയങ്കര അപകടകരമായിട്ടുള്ളൊരു നിരീക്ഷണം കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വയനാട് എന്ന് പറയുന്ന പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും എന്താ പറയുക, പരിസ്ഥിതി ദുർബലമായ ഒരു ഏരിയ തകർന്ന് നാവാവശേഷമായി എന്നാണ് നമുക്ക് പറയേണ്ടത്. വയനാട്ടിൻ്റെ വളർച്ച എന്നല്ല പറയേണ്ടത്. വയനാട്ടിൽ കുടിവെള്ളമില്ല. ഇപ്പോൾ വയനാട്ടിൽ ചൂടാണ്. വയനാട്ടിൽ അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ പറയുന്ന കലാമിറ്റീസ് ഉണ്ടാകുന്ന, നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് വയനാട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചൂരൽമല അതല്ലേ, എത്ര ആളുകളാണ് മരിച്ചു പോകുന്നത്. വയനാടിൻ്റെ ഒരു പ്രദേശത്ത് മുഴുവനും എന്താ പറയുക, മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇതിൻ്റെ അനന്തരഫലങ്ങളാണ്. എന്താണ് വയനാടിൻ്റെ കാലാവസ്ഥയിലുണ്ടായ മാറ്റം, വയനാട്ടിലെ പരിസ്ഥിതിയിലുണ്ടായിട്ടുള്ള സകല മാറ്റങ്ങളുടെയും കാരണം ഈ പറയുന്ന കുടിയേറ്റം സൃഷ്ടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വികസനം സൃഷ്ടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു അവസ്ഥ സൃഷ്ടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നിലവിലുള്ളൊരവസ്ഥയിൽ നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്കിതിന് മുന്നോട്ട് വെക്കാവുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ ഇപ്പം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയാം, ഇപ്പം വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഈ ഡോക്യുമെൻ്ററി കൃത്യമായി രാമേട്ടൻ പറയുന്നുണ്ട്, പഴയ കാലത്ത് ആനകൾക്ക് ഭക്ഷിക്കാൻ കാട്ടിൽ തന്നെ ഇഷ്ടമായി സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ലാത്തതാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കുടിയേറ്റത്തിൻ്റെ ഫലമായി സംഭവിച്ചത് എന്താണ്? കാട് മുഴുവൻ കയ്യേറുന്നു, അത് മനുഷ്യവാസമുള്ള സ്ഥലങ്ങളായി മാറുന്നു. വന്യജീവികൾ വളരെ സ്വൈര്യമായി വിവരിച്ചിരുന്ന സ്ഥലം മുഴുവനും
ഇങ്ങനെയാണ് മാറ്റപ്പെടുന്നത്. അതിൽ സർക്കാരിൻ്റെയും കൂടി ഒരു പങ്ക് ഇപ്പം അല്ല, നമുക്ക് എവിടെയും കാട്ടിൽ ഞാൻ വെച്ച് പിടിപ്പിക്കുന്ന യൂക്കാലിപ്സ് പോലുള്ള സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതും Yes. അതൊരു കാര്യമില്ല. അത് കുടിയേറ്റം മാത്രമല്ല. അത് നമ്മളത് അങ്ങനെ പറയുമ്പോൾ തന്നെ അത് സർക്കാരാണോ അല്ലെങ്കിൽ കുടിയേറ്റക്കാരനാണോ എന്നല്ല, വയനാട് എന്ന് പറയുന്ന അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ തകർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വന്യജീവികൾ എന്തുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത്? കാട്ടിനുള്ളിലൊന്നും കഴിക്കാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് വരും. വെള്ളമില്ലെന്നേ, വയനാട്ടിൽ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. വയനാട്ടിലെ ഇപ്പം ഞാൻ പറയുന്നത് സമതലങ്ങളിലുള്ള അല്ലെങ്കിൽ മറ്റ് മലമ്പ്രദേശങ്ങളിലുള്ള പിന്നെ അത്ര പോലും കുടിവെള്ളമോ ശുദ്ധജലമോ കിട്ടാത്തൊരു ഇടമായിട്ട് വയനാട് മാറിയിരിക്കുന്നു. വയനാട്ടിൽ ഒരു സൗകര്യങ്ങളില്ല. വയനാട്ടിൽ കൃഷി മുഴുവൻ നശിച്ചിട്ടുണ്ട്. ആകെ ടൂറിസം മാത്രമാണ് ഇപ്പം നമ്മളൊരു മുന്നിലുള്ള ഒരു വ്യവസ്ഥ, ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര കാലമാണ് ടൂറിസത്തിന് ഇതേപോലുള്ള പശ്ചിമഘട്ടം പോലെയുള്ള ഒരു പൈതൃകമായി സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ പരിസ്ഥിതികമായി വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ടൂറിസം എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് ഒരു കണ്ടീഷൻ കൊണ്ട് മാത്രം എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അതിന് യഥാർത്ഥത്തിൽ കൃഷി എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടായി. ഒരു ഭൂവിഭാഗത്ത് ഒരു ഭൂപ്രദേശത്ത് കൃഷി രൂപപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ചരിത്രപരവും അല്ലെങ്കിൽ അതിൻ്റെ ഭൂമിശാസ്ത്രപരവുമായ പ്രത്യേകതകളാൽ നിശ്ചയിക്കപ്പെടുന്നതാണ്. നമ്മൾ അതിൻ്റെ മുകളിൽ മനുഷ്യൻ അങ്ങോട്ട് കയറി കാണിക്കുന്ന അതിക്രമങ്ങൾ മുഴുവനും അത് നെഗറ്റീവായിട്ടാണ് സംഭവിക്കുന്നത്. അതാണ് വയനാട്ടിൽ കാണുന്നത്. നിങ്ങൾ വെച്ചു വയനാട്ടിൽ ടൂറിസം പോലും എത്രമാത്രം നമുക്ക് എത്ര കാലം നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലായിടവും ഉരുൾപൊട്ടലാണ്. എങ്ങനെ നമുക്കിതിനെ കാണാൻ പറ്റുക? ഇതിനപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടി നമ്മൾ തിരിച്ചാലോചിക്കേണ്ടി വരുന്നതായിരിക്കുന്നു. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഡോക്യുമെൻ്ററിയിലൂടെ പറയുന്നത്. നമ്മളുടെ വിത്തുകൾ, പരമ്പരാഗതമായ വിത്തുകളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. പരമ്പരാഗത കൃഷിയായിരുന്നു ഏറ്റവും അതിന് മുഖ്യമായിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനും തകർന്നുപോയി. വിത്തുകളില്ലാന്നേ നമുക്ക് പരമ്പരാഗത ഇപ്പോൾ രാമേട്ടൻ 63 ഇനം വിത്തുകൾ ഏതാണ്ട് രാമേട്ടൻ്റെ കയ്യിൽ ഒരു കാലത്തുണ്ടായിരുന്നു. ഈ വിത്ത് ശേഖരിക്കുന്ന പോലും അറിയാം. അതായത് വെറും സ്റ്റുപ്പിഡായിട്ടുള്ളൊരു ഒരു പണിയാണെന്ന് നാട്ടുകാർ കളിയാക്കുകയൊക്കെ ചെയ്യുന്നിടത്തുനിന്നാണ് രാമേട്ടനെ പോലുള്ള ഒരാൾ ഇതിനു വേണ്ടി തയ്യാറാവുന്നത്. അപ്പം ഈ പറയുന്ന വിത്ത് ഇപ്പോൾ എവിടെയും അതൊന്നും. അതായത് ഇത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞെങ്കിൽ ഒരു വലിയൊരു ദൗത്യമാണ് ഈ പറയുന്ന രാമേട്ടൻ്റെ എന്ന് പറയുന്നത്. അത്തരം മനുഷ്യരാണ് നമ്മളിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ ഉണ്ടാകുന്നത്. അതായത് ലോകത്തിൻ്റെ നിലനിൽപ്പ് അവസാനിക്കാൻ പോകുന്നു എന്ന് നമ്മൾ ഭയപ്പെടുന്നപ്പോൾ ചില മനുഷ്യർ, ചില സംഭവങ്ങൾ വീണ്ടും നമ്മളിൽ ഒരു ഊർജം നിറയ്ക്കുന്നുണ്ട്. അത്തരം ഒരാളാണ് യഥാർത്ഥത്തിൽ രാമേട്ടൻ എന്ന് പറയുന്നത്. അല്ല, രാമേട്ടൻ അതിൽ പറയുന്നുണ്ട്, ഒരു പണ്ട് കാലത്ത് വയനാട്ടിൽ 200ഓളം വിത്തിനങ്ങൾ ഉണ്ടായിരുന്നെന്നും ഇപ്പം വെറും 18 എണ്ണം ആയി ചുരുങ്ങിയെന്നും പറയുന്നുണ്ട്. അതെ 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 റഷ്യൻ സസ്യജനിതക ശാസ്ത്രജ്ഞനായ നിക്കോളാസ് ഇവാനോവിച്ച് വാലിയോണിനെ ഈ രാമേട്ടനുമായിട്ട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഡോക്യുമെൻ്ററി പറയുന്നുണ്ട്. എന്താണ് ഇവർ തമ്മിലുള്ളൊരു സാദൃശ്യം? അല്ല, അത് വിത്തിൻ്റെ ഒരു പ്രാധാന്യം എന്നുള്ള നിലയിലാണ്. വിത്ത് എന്ന് പറയുന്നത് എന്താണെങ്കിൽ അതിൽ രാമേട്ടൻ പറയുന്നൊരു ടൈമുണ്ട്, വിത്ത് തിന്നുന്നവന് വിത്തെടുത്ത് കുത്തുന്നു. വിത്തെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടർത്ഥമുണ്ട്. അതായത് വിത്ത് ഉരലിലിട്ട് കുത്തി കഴിക്കുന്നവനെ വെച്ചേക്കരുത് എന്നാണ് പറയുക. അങ്ങനെ വലിയ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇത് കാരണം നിലനിൽപ്പ് അവസാനിച്ചു പോകുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന വാവിലോവിയൻ ജനിതക ശാസ്ത്ര രീതികൾ, അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന എന്താ പറയുക, നമ്മളുടെ കേവലം ശാസ്ത്ര പുരോഗതി മാത്രമായിരുന്നില്ല, പ്രകൃതിയുടെ അതായത് പ്രകൃതിയെ കൂടി മനസ്സിലാക്കിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞാനായിരുന്നു അദ്ദേഹം വികസിപ്പിച്ചെടുത്തത്. അദ്ദേഹത്തിൻ്റെ മരണമാണ്, അദ്ദേഹത്തിൻ്റെ ദുരന്തമാണ്. അദ്ദേഹം തടവറയിലാണ് കൊല്ലപ്പെടുന്നത്. ആ തടവറയിൽ കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഹരിത വിപ്ലവം ഇങ്ങനെയല്ല സംഭവിക്കുക എന്ന് പറയുന്നുണ്ട്. ചില നിരീക്ഷകർ ഇതേ രീതിയിലായിരിക്കില്ല ഹരിത വിപ്ലവം സംഭവിക്കുക എന്ന് പറയുന്നുണ്ട്. ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഭക്ഷ്യസുരക്ഷയെ അത് മീറ്റ് ചെയ്തു എന്നുള്ളത് കറക്റ്റാണ്, യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം നമ്മളുടെ ദാരിദ്ര്യം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആ ദാരിദ്ര്യം മാറ്റിയത് നമ്മൾ കേവലം നമ്മളൊരു 1-2 പതിറ്റാണ്ടുകൾ കൊണ്ട് അവസാനിക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മളെ പാടങ്ങൾ മുഴുവൻ തരിശാണ്. പഞ്ചാബിലെയും ഹരിയാനയിലെയും നെൽപ്പാടങ്ങൾ തരിശായിപ്പോയി. വയനാട്ടിലെ പാടങ്ങൾ മുഴുവൻ, വയനാട്ടിലെ കരയിലെ കൃഷി മുഴുവൻ നശിച്ചുപോയി. കുരുമുളക് മുഴുവൻ ഇല്ലാണ്ടായിപ്പോയി. ഒരു കുരുമുളക് പോയില്ല, കാപ്പിയില്ല, എല്ലാം കാലാവസ്ഥാ മാറ്റം വലിയ തോതിൽ വന്നു. രാസവളത്തിന്റെ പ്രയോഗമാണോ? തീർച്ചയായും തന്നെയാണ് അത് രാമേട്ടൻ പറയുന്നത്. അതായത് ആധുനിക കൃഷി രീതികൾ നമ്മളെ കൃഷിയിടങ്ങളെ തകർത്തിട്ടുണ്ട്. ഒരു ദ്വിമുഖമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പറയുന്ന കൃഷിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒന്ന്,
പിന്നെ ഈ പറയുന്ന അമിത വിളവ് കിട്ടിയപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി നമ്മുടെ കാര്യങ്ങൾ ഉൽപാദനം വർദ്ധിപ്പിച്ചു. പക്ഷെ മറുഭാഗത്ത് നമ്മളുടെ പാടങ്ങളും നമ്മളുടെ ഭൂമി മുഴുവനും തരിശായി. ഇതിനൊരു പരിഹാരമില്ല. ഇപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വയനാട്ടിൽ ഇപ്പോൾ ഏതാണ്ട് 100 വർഷമായിട്ടുള്ള ഏതാണ്ട് കൃഷി ആരംഭിച്ചത്. വയനാട്ടിലെ ഭൂമി മുഴുവനും തരിച്ചായി പോയി. വയനാട്ടിൽ ഒന്നും മുളയ്ക്കുന്നില്ല. ഇപ്പോൾ ഒരു കുരുമുളകിൻ്റെ തൈ നട്ടാൽ മുളയ്ക്കില്ല ഇപ്പോൾ. അപ്പം സ്വാഭാവികമായിട്ട് ഇത് എന്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുക? ഇതാണോ നിലനിൽപ്പ് എന്ന് പറയുന്നത്? നമുക്ക് ഈ നിലനിൽപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ കൃഷിയും അല്ലെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള പിന്നെ അതിൻ്റെ ന്യായങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത് പ്രകൃതിയുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മളുടെ രീതികൾ മുഴുവനും ലംഘിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമി നമ്മളോട് കോപിക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതി നമ്മളോടത്ത് നമുക്കെതിരായി മാറുന്നത്. അത് തന്നെയാണ് രാമേട്ടൻ യഥാർത്ഥത്തിൽ ഈ പരമ്പരാഗതമായ കൃഷി എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രാധാന്യം വിളിച്ചു പറയുന്നത്. രാമേട്ടൻ പറയുന്നത് അങ്ങനെയാണ് അത് കൂടുതൽ ശാസ്ത്രീയമായി മാറുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, ഈ ആധുനിക നെൽകൃഷി ചെയ്തിട്ട് പോലും ഇപ്പോഴത്തെ നെൽകർഷകന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ കൂടി ഉണ്ട്. പ്രത്യേകിച്ച് നെല്ല് സംഭരിക്കുന്ന നെല്ലിന് വില കിട്ടാത്ത അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ പാരമ്പര്യ നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? അല്ല, ഇത് യഥാർത്ഥത്തിൽ ഇത് സമൂഹത്തിൻ്റെ ആവശ്യമാണിത്. ശരിക്കും രാജ്യത്തിൻ്റെ ആവശ്യമാണ്, ആ ഒരു നാടിൻ്റെ ആവശ്യമാണ്, ലോകത്തിൻ്റെ തന്നെ ആവശ്യമാണ് ഇത്തരത്തിലുള്ള വിത്തുകൾ സംരക്ഷിക്കുക എന്നുള്ളത്. കാരണം ആലോചിച്ച് കൃത്രിമമായി ഉണ്ടാക്കുന്ന വിത്തുകൾക്ക് നമുക്ക് റൈറ്റ് ഇല്ല. അതിൽ രണ്ടാമത് നമ്മൾ നട്ട വിത്തുകൾ രണ്ടാമത് മുളയ്ക്കുന്നില്ല. BT കോട്ടൻ്റെ ചരിത്രം നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആ പാടങ്ങൾ മുഴുവൻ പിന്നെ ഭൂമി മുഴുവനും തരിശായി പോവുകയാണ് ചെയ്യുന്നത്. വയനാട്ടിലെ തന്നെ പല അനുഭവവും നമുക്കുണ്ട്. വയനാട് ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലുള്ള അനുഭവങ്ങൾ നമ്മളുണ്ട്. അപ്പം നമ്മൾ പരമ്പരാഗതമായ കൃഷിയെ കൂടി അല്ലെങ്കിൽ ആ വിത്തിനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ചെറുവൽ ഡാമിൻ്റെ പ്രസക്തി ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത്. ഞാൻ 2018 മുതലാണ് ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി എന്നുള്ള നിലയിൽ ഈ രാമേട്ടൻ്റെ കൂടെ നിരന്തരം സഞ്ചരിക്കുന്നത്. പിന്നെ ഞാൻ യഥാർത്ഥത്തിൽ ഒരു ജേർണലിസ്റ്റാണ്. തീർച്ചയായിട്ടും ഞാൻ അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഈ വിവരങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ കാലം അദ്ദേഹത്തെ പിന്തുടരാൻ കഴിഞ്ഞത്. ഞാൻ ഈ എത്തിയതിന് ശേഷം 2023 ഇത് ഈ ഒരു പിന്നെ സിനിമയുടെ അല്ലെങ്കിൽ ഈ ഡോക്യുമെൻ്ററിയുടെ ഒരു പിന്നെ പൂർത്തിയാവുന്നത്. ഒരു സിനിമ നിർമ്മിക്കുക എന്നുള്ള നിലയിലായിരുന്നില്ല ഞാൻ ഈ ഒരു സംഭവത്തെ സമീപിച്ചത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന് ഒന്നുകൂടി ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം, രാമേട്ടൻ്റെ ഒരു ആക്ടിവിറ്റി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രാഥമിക ചിന്ത. പക്ഷേ അത് നമ്മൾ പല സുഹൃത്തുക്കളെടുത്ത് പറയുകയൊക്കെ ചെയ്തപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ഡോക്യുമെൻ്ററി ഫിലിം എന്നുള്ള നിലയിലേക്ക് എത്തുന്നത്. 2023 എത്തുമ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഡോക്യുമെൻ്ററി ഒരിടത്ത് പോലും പത്മശ്രീ എന്ന് ഞാൻ വിശേഷിപ്പിച്ചിട്ടില്ല. കാരണം ഈ പത്മശ്രീ എന്ന ബഹുമതിയേക്കാൾ മഹത്തായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് രാമേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അത് അങ്ങനെ തന്നെ വിലയിരുത്തപ്പെടണം എന്നുകൂടി ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് കറക്റ്റായിരുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ 2023 ഈ ജൂറിയുടെ പരാമർശം തന്നെയാണ് വയനാട് പോലുള്ളൊരു സ്ഥലത്ത് പിന്നെ ചെറുവേൽ രാമേട്ടനെ പോലുള്ളൊരു കർഷകൻ്റെ, പരമ്പരാഗത കർഷകൻ്റെ, ആദിവാസിയുടെ ജീവിതത്തെ പിന്തുടർന്നത് പിന്നെ അവതരിപ്പിച്ചൊരു ഡോക്യുമെൻ്ററി ആണ് പ്രത്യേക പരാമർശം. തീർച്ചയായിട്ടും. അപ്പോൾ അത് വിജയിച്ചു തന്നെയാണ് ഞാൻ കരുതുന്നത്. ചില ബഹുമതികൾ അങ്ങനെയാണ്. ചില ബഹുമതികൾ അത് നൽകുന്ന ആളുകളെ കൊണ്ടുകൂടി കൂടുതൽ പ്രശസ്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സിനിമ എന്നുള്ള നിലയിൽ മാത്രമല്ല, അതിൻ്റെ ഒരു സാമൂഹികമായ ഒരു പ്രകൃതിയായ ബന്ധിതമായ ഒരു ആശയം അതിൻ്റെ പിന്നിലുണ്ടെന്ന് ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ പറഞ്ഞു 5 വർഷം എടുത്തു ഇതിൻ്റെ പിന്നെ. എന്തൊക്കെയായിരുന്നു ഇതിന് ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ? നമ്മൾ റിയൽ ടൈമിൽ ഈ സംഭവം ഷൂട്ട് ചെയ്യണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പ്രത്യേകിച്ച് അതിനുവേണ്ടി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് കാറ്റും മഴയൊക്കെ ഉള്ള കാലത്ത് വേണം, വെയിലുള്ള കാലത്ത് വേണം, കാറ്റ് വരുന്ന സമയത്ത് വേണം, കൊയ്ത്തിൻ്റെ സമയത്ത് വേണം, നാട്ടിയുടെ സമയത്ത് വേണം, മഞ്ഞ് പെയ്യുന്ന സമയത്ത് വേണം, ഇടി വെട്ടുന്ന സമയത്ത് വേണം എന്നൊക്കെ കരുതിയിരുന്നു ആദ്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ നമ്മൾ ക്യാമറ ഉപയോഗിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് 6-7 ക്യാമറാമാന്മാരെ ഉപയോഗിക്കേണ്ടി വന്നു. പല ക്യാമറകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നു. അവരുടെ അവൈലബിലിറ്റി ചില സമയങ്ങളിൽ നമുക്ക് പല അസൗകര്യങ്ങൾ വന്ന് പോകാൻ പറ്റാതിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ 5 വർഷം എന്നുള്ളത് വന്നത്. പക്ഷേ അതൊക്കെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണമായും അതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെ ഈ വിഷയത്തിലും സമീപിക്കുക, വിഷയത്തിലെ ഒരു യാഥാർത്ഥ്യ ബോധം തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിലും ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇതിൻ്റെ തന്നെ അറിയാം, ഇതിൻ്റെ ഒരു നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സഹായിക്കാൻ വന്നിട്ടുള്ള ഒരാളുണ്ട്. ഇപ്പോൾ കുന്നംകുളത്തുള്ള അദ്ദേഹം ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഇതിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. സലീം മുതുവമ്മൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ഇതിൻ്റെ ഈ പറയുന്ന ഈ സിനിമ നിർമ്മിക്കാൻ എന്നെ കൂടുതൽ പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരാൾ.
പിന്നെ അതുപോലെ തന്നെയാണ് വിവിധ ന്യൂസ് ക്യാമറാമാന്മാരായിട്ടുള്ള 5-6 പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതേപോലെ തന്നെ ഇപ്പോൾ മനോജ് പുതുപ്പാടി എന്ന് പറയുന്ന ആളുണ്ട്, അദ്ദേഹം ചാനലുകളുടെ ക്യാമറാമാനായിരുന്നു. അപ്പോൾ അദ്ദേഹമൊക്കെ ഇതിന് പിന്നാലെ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സാധ്യമായത്. പിന്നീട് പലപ്പോഴും ഇപ്പോൾ ചാനൽ ഈ പറയുന്ന വാർത്താ വിഭാഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ഇതിനൊരു പ്രാധാന്യം മനസ്സിലാക്കുകയും അങ്ങനെ നമ്മളെ സഹായിക്കുകയും നമ്മളെ പല സുഹൃത്തുക്കളും ഇതിൻ്റെ ഈ വർക്ക് പൂർത്തിയാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഇപ്പം വേറൊരു കാര്യം കൂടി നമുക്ക് പറയാം. ഇത് ഈ സിനിമ 2023 സെൻസർ ചെയ്തിട്ട് ഞാൻ കേരള സ്റ്റേറ്റ് അവാർഡ് കമ്മിറ്റിക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. പക്ഷെ അവരത് കണ്ടിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒട്ടും പരിഹരിക്കപ്പെട്ടിട്ടില്ല സിനിമ അവാർഡ് എന്നുള്ള നിലയിൽ മാത്രമല്ല, ആ സബ്ജക്റ്റിൻ്റെ പ്രാധാന്യം കൊണ്ട് തന്നെ അത് തള്ളിക്കളയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു പ്രാധാന്യം അതിനുണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ ആ ജൂറിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 5-6 ക്യാമറാമാൻമാർ മാറി മാറി വന്നത് ഇതിൻ്റെ ക്രിയേറ്റിവിറ്റിയെ ബാധിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ക്യാമറമാൻ മാത്രമാണെങ്കിൽ നമ്മുടെ മനസ്സിനോട് കൂടുതലാകുമ്പോൾ കുറച്ചും കൂടി മികവുറ്റതാക്കാമായിരുന്നു എന്നുള്ള എന്തെങ്കിലും ഒരു കണ്ടൻ്റാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു ഫിലിം എസ്തെറ്റിക്സ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ കണ്ടൻറ്റ് ഇതിൻ്റെ എല്ലാം മുകളിൽ നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യൻ്റെ നിലനിൽപ്പാണ്, പ്രകൃതിയുടെ നിലനിൽപ്പാണ്, അതൊക്കെ ആക്കുവാൻ അത് ഉന്നയിക്കുന്ന ഒരു സബ്ജക്റ്റിൻ്റെ മുകളിൽ തന്നെ ഇത് നിലനിൽക്കുന്നുണ്ട്. പിന്നെ മറ്റതൊക്കെ രണ്ടാമത് വരുന്നതാണ്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇത് ഒരു മഹത്തായിട്ടുള്ള ഒരു ഫിലിം എന്നുള്ള നിലയിലേക്ക് അപ്പുറത്തേക്ക് ഈ ചെറുവയൽ രാമേട്ടനെ പോലുള്ള മനുഷ്യർ ലോകത്തെ നിലനിർത്താനും സൗന്ദര്യം ഉള്ളതാക്കി മാറ്റാനൊക്കെ കഴിയുന്ന മനുഷ്യനെ റെക്കോർഡ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളൊരു ദൗത്യം ഈ സിനിമ നിർവഹിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം പറഞ്ഞു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്ന് പറഞ്ഞ ജൂറി ഇതിനെ അവഗണിച്ചു എന്ന് പറയാവുന്നതാണ്. അപ്പോൾ എന്താണ് കേരളത്തിലെ ഡോക്യുമെൻ്ററി മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നം? ഇവർക്കിത് മനസ്സിലാവാത്തതാണോ? ഞാൻ വിചാരിക്കുന്നത് ആ സിനിമ അവർ കണ്ടിട്ടില്ല എന്നാണ്. അതായത് അത് അവഗണനയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. അപ്പം ഇപ്പോൾ അത് അവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം സിനിമ ഈ ഒരു ചലച്ചിത്രം എന്ന് പറയുന്നത് ഈ കാലത്തിൻ്റെ ഒരു ആർട്ടാണ്. അതിൻ്റെ ഏറ്റവും ഗൗരവമാർന്ന ഒരു രൂപമാണ് ഡോക്യുമെൻ്ററി എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഒരു സങ്കല്പങ്ങൾക്കും സാധ്യതയില്ല, യാഥാർത്ഥ്യമാണ് നമ്മൾ പറയുന്നത്. ആ യാഥാർത്ഥ്യത്തെയാണ് യഥാർത്ഥത്തിൽ ഈ യാഥാർത്ഥ്യം പറയുന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്നാണ് കൂടിയാണ് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മളുടെ ഇപ്പോൾ പല സിനിമകളുടെയും ക്യാപ്ഷനിൽ തന്നെ വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് സാങ്കല്പികമാണെന്നാണ് പറയുന്നത്. യാഥാർത്ഥ്യമാണെന്ന് പറയാൻ നമുക്ക് ഭയങ്കര ഭയമാണ്. പക്ഷേ ഇവിടെ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ സമൂഹത്തിന് ശേഷിയില്ല എന്നുള്ളതിൻ്റെ കൂടി ഇപ്പോൾ തെളിവാണ് ഡോക്യുമെൻ്ററി പോലെയുള്ള ഗൗരവമുള്ള സിനിമാ രൂപങ്ങൾ അവഗണിക്കുന്നതിനുള്ള ഒരു കാരണം. കാരണം ഇതിന് യാതൊരു മാർഗവും, ഇത് കാണാൻ ആളുകൾക്ക് യാതൊരു സാധ്യതയുമില്ല. കാരണം തിയേറ്ററുകൾ അനുവദിക്കുന്നില്ല, ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഇതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളില്ല. ഇപ്പം നമ്മളുടെ ചലച്ചിത്ര അക്കാദമി പോലുള്ള സംവിധാനങ്ങൾക്ക് ഇത്തരം ഡോക്യുമെൻ്ററികളുടെ പ്രദർശനം സംഘടിപ്പിക്കാൻ വഴികളില്ല. തിയേറ്ററുകളുണ്ട് അവരുടെ, അതിനുള്ളിൽ ഒരു സ്ക്രീൻ ചെയ്യാനുള്ള സംവിധാനം കൊടുക്കാനുള്ള മാർഗങ്ങളില്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇത് ഉന്നയിക്കുന്ന ഒരു ആശയങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയം കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇത്തരം സിനിമകളുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ഡോക്യുമെൻ്ററി മേഖലയിലേക്ക് പുതുതായി കടന്നു വരുന്നവർക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്? ദേശീയ അവാർഡ് ജേതാവ് എന്നുള്ള നിലയിൽ അല്ല, ഇതിലിപ്പം ദേശീയ അവാർഡ് എന്നൊക്കെ പറയുന്നത് ഒരു അവസ്ഥ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഗൗരവത്തോടു കൂടിയിട്ടുള്ള കാര്യങ്ങളെ കാണാനുള്ള ഒരു ശ്രമം ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഡോക്യുമെൻ്ററികൾക്ക് നൽകാൻ അതായത് പ്രദാനം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ ഈ ചരിത്രത്തെ അല്ലെങ്കിൽ നമ്മളുടെ വർത്തമാനകാലത്തെ നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാൻ രേഖപ്പെടുത്തപ്പെടും. അത് വളരെ വിലപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഈ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ അത് വളരെ വിലപ്പെട്ടതാണ്. നമുക്കറിയാം, നമ്മളുടെ മുന്നിൽ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ ഒന്നിനെക്കുറിച്ച് നമ്മൾ അവ്യക്തതയുണ്ട്. എല്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലത്ത്, പുതിയ നറേറ്റീവ്സ് വരുന്നൊരു കാലത്ത് ഡോക്യുമെൻ്ററികൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ ഫിക്ഷൻ അല്ല യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സഹായത്തിന് എത്തുക എന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ ഡോക്യുമെൻ്ററികൾ തന്നെയാണ്, യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് അവിടെ നമുക്ക് അത് മനസ്സിലാക്കാൻ സമൂഹത്തിന് കഴിയുന്നൊരു സാഹചര്യം കൂടിയുണ്ട് ഡോക്യുമെൻ്ററി. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗൗരവത്തോട് കൂടിയിട്ട് ഇത്തരം വിഷയങ്ങളെ കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിന് സൊസൈറ്റിക്ക് കൂടി, സമൂഹത്തിനു കൂടി, അല്ലെങ്കിൽ നമ്മളുടെ ഭരണ സംവിധാനങ്ങൾക്കൊക്കെ അതിൽ പങ്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ജനാധിപത്യ അവസ്ഥയിൽ വളരെ നിർബന്ധവും കൂടിയാണ് ഇത്തരം
പ്രോത്സാഹിപ്പിക്കലുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ വിനോദ വ്യവസായത്തിൻ്റെ വെറും വിനോദത്തിൻ്റെ വ്യവസായമായി വിനോദത്തിനുള്ള ഒരു ഉപാധിയായി മാത്രം സിനിമകളെ കാണുന്നതിന് പകരം അതിനെ പോസിറ്റീവായുള്ള ഒരു പിന്നെ എന്താ പറയുക ഒരു സൈഡിലും കൂടി അത് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളും കൂടി ഉണ്ടാവേണ്ടതുണ്ട്.